അത്ഭുതപ്പഴമായ മിറാക്കിൾ ഫ്രൂട്ട് എന്ന ഒരു കൊച്ചു പഴമാണിത്. ഈ കൊച്ചു പഴത്തിന് എന്താണ് ഇത്ര അത്ഭുതം? എന്താണ് ആ അത്ഭുതത്തിൻ്റെ രഹസ്യം എന്നതിനെക്കുറിച്ചും, ഈ പഴം നമ്മുടെ വീടുകളിൽ നമുക്ക് സ്വന്തമായി നട്ടുവളർത്തി കായ്പിച്ചെടുക്കുവാൻ സാധിക്കുമോ? നമ്മുടെ മണ്ണിൽ ഇത് വളരുമോ? എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് നോക്കിയാലോ? ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന പഴം ഒന്ന് വായിലിട്ട് ചവച്ചാൽ മതി. ഏകദേശം ഒരു മണിക്കൂറോളം പുളിയുള്ള എന്ത് സാധനം നമ്മൾ തിന്നാലും അതിനെല്ലാം തേനൂറും മധുരമായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഈ പഴത്തിൽ മിറാക്കുലിൻ എന്ന ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻ നമ്മുടെ നാവിലുള്ള രസകുമിളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. മിറാക്കുലിൻ പ്രോട്ടീൻ്റെ പ്രവർത്തനം ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മുടെ നാവിലുണ്ടാവും. അതുകൊണ്ടാണ് പിന്നീട് പുളിയുള്ള ഏതൊരു സാധനം കഴിച്ചാലും നമുക്ക് മധുരം അനുഭവപ്പെടുന്നത്. പശ്ചിമ ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പലയിടത്തും ഇത് നട്ടു വളർത്തുന്നുണ്ട്. ഈ പഴം കടകളിലൊന്നും നമ്മൾ കാണാറില്ല. ചിലർ ഓൺലൈനായിട്ട് വരുത്തിക്കുന്നുണ്ട്. കടകളിലൊന്നും ഇത് കാണാത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി, ഇത് പഴുത്തു കഴിഞ്ഞാൽ അധികം ഈട് നിൽക്കുകയില്ല. രണ്ടാമത്, ഇതിൻ്റെ വിലയും. കൂടുതൽ വെയിൽ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണിത്. ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലെ ഒരു ഷെയ്ഡ് മാത്രം മതി. എന്നും മിതമായ രീതിയിൽ നനച്ചും കൊടുക്കുക. ഇതിൻ്റെ തൈകൾ നമ്മുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ ലഭ്യമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയ ചട്ടിയിലാവണം നമ്മൾ ആദ്യം നടുന്നത്. വളർച്ചക്കനുസരിച്ച് നമുക്ക് ചട്ടിയുടെ വലിപ്പം കൂട്ടാം. അങ്ങനെയാകുമ്പോൾ കുറേ കാലം ചട്ടിയിൽ തന്നെ നമുക്ക് ചെടികളെയൊക്കെ വളർത്താൻ പറ്റും. പുളിപ്പ് കളഞ്ഞ ചകിരിച്ചോറ് മണ്ണിൻ്റെ കൂടെ ചേർത്താൽ പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കും. ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഇനി കൂടിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എന്നിവയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചട്ടിയിൽ നിറയ്ക്കുക. എന്നിട്ട് അതിൽ തൈ വെക്കുക. ചെടി അത്യാവശ്യം വളർച്ച എത്തുന്നത് വരെ നമുക്ക് ജൈവവളം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ചെടി പൂവിട്ട് തുടങ്ങിയാൽ NPK, DAP പോലുള്ള രാസവളങ്ങൾ ഒരല്പം കൊടുക്കാം. അത് കൂടുതൽ കായ്പിടുത്തത്തിന് സഹായിക്കും. ഈ അത്ഭുത ചെടി നമ്മുടെ വീട്ടിലും ഒന്ന് നട്ടു വളർത്തി അതിൻ്റെ പഴം മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്കും ഒന്ന് അവരെ അത്ഭുതപ്പെടുത്തിക്കൂടെ? ഏതായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.